ഇനി നമ്മൾ രാവിലെ മുതൽ ഒരു ഗതാഗത കുരുക്ക് കാണുകയാണ്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കാണ്. അതിരൂക്ഷമാണ് സാഹചര്യം. ഇന്നലെ രാത്രി 11 മണിക്ക് തുടങ്ങിയ ഗതാഗത കുരുക്ക് ഇതുവരെ അവസാനിച്ചിട്ടില്ല. മുരിങ്ങൂർ വരെയുള്ള ഭാഗത്താണ് ഈ ഗതാഗത കുരുക്കുള്ളത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇത് തൃശ്ശൂരിലെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായ ഒരിടത്ത് ആംബുലൻസ് കുടുങ്ങിയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇതിനു മുമ്പ് കണ്ടത്. ഇപ്പോൾ ഗതാഗത കുരുക്കിന്റെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. എന്തൊക്കെയാണ് വണ്ടികളാണ് ഇങ്ങനെ വരിവരിയായി കിടക്കുന്നത് എന്നുള്ളത്. ഇന്നലെ തുടങ്ങിയ ബ്ലോക്കാണ് ഇതെന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെയായിട്ടും ആ ബ്ലോക്കിനൊരു ശമനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എത്രയോ ആളുകളാണ് പലവിധ ആവശ്യങ്ങൾക്കായിട്ട് റോഡിലേക്ക് വാഹനങ്ങൾ കൊണ്ട് ഇറങ്ങുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വലിയ ബ്ലോക്ക് ഉണ്ടാകുന്നത്. അതും ഈ ഒരു അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് പണികൾ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഈ ഒരു വലിയ ബ്ലോക്ക് വരുന്നത്. അപ്പോൾ അടിപ്പാത നിർമ്മാണം നടക്കുമ്പോൾ തന്നെ പകരം വഴി ഒരുക്കേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിലുണ്ടായ ഒരു വീഴ്ച അല്ലെങ്കിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വൈകുന്നതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് പൊതുജനങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. മഴ കൂടിയാണ്, ആ ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ വല്ലാത്ത ദുരിതമാണ്. നമുക്കറിയാം, ആശുപത്രി കേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ലിഷോയ് ചേർന്നുണ്ട്. ലിഷോയ്, ഇപ്പോഴും ഈ ഒരു ഗതാഗത കുരുക്ക് ഇങ്ങനെ തന്നെ തുടരുകയാണോ? എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ടോ? പാലക്കാടിലിருந்து ഫുൾ സർവീസ്. എങ്ങനെയുണ്ട്? ബ്ലോക്ക് ഭയങ്കര കൂടുതലാണോ? எல்லா ரோடுமே பாலம் ஃப்ளேவர் வேலை பார்க்குறது பூரா சர்வீஸ் ரோடு ஃபுல்லாக பிளாக்கு. 4 hours 5 hours ஆகுது எர்ணாகுளம் போக. பாலக்காடு நினச்சி எர்ணாகுளம் போக 5 hours ஆகுது. முன்னாடி 2 hours போகிறது இப்போ 5 hours ஆகுது. ஃபுல்லாக டிராஃபிக் சர்வீஸ் ரோடு. ഫുള്ള് ട്രാഫിക്. അത് നമ്മൾ കേട്ടത് ഒരു ലോങ് റൂട്ട് ബസ്സിൻ്റെ ഡ്രൈവറുടെ ഒരു പ്രതികരണമാണ്. ഇപ്പോൾ എനിക്ക് പുറകിൽ കാണാൻ സാധിക്കും, ഇവിടെ വാഹനങ്ങളുടെ ഒരു വലിയ നിരയാണ്. കുറച്ച് സമയം ഒരു പാതയിലൂടെ കടന്നു പോകും. ഇതിപ്പോൾ മുരിങ്ങൂർക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് ചാലക്കുടി പോട്ട കഴിഞ്ഞപ്പോൾ ഉള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ചാലക്കുടി ഇതുവരേക്ക് എത്താനായി എനിക്ക് കഴിഞ്ഞിട്ടില്ല. ചാലക്കുടിക്കും അപ്പുറത്താണ് ഡിവൈനൊക്കെ കഴിഞ്ഞാണ് മുരിങ്ങൂരുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ ബ്ലോക്ക് ഏകദേശം 4 കിലോമീറ്ററോളം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് മണിക്കൂറുകളായി. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച ആ ഡ്രൈവർ തന്നെ പറഞ്ഞത് സാധാരണഗതിയിൽ 3 മണിക്കൂർ കൊണ്ട് എത്താറുള്ള സമയത്ത് 2-3 മണിക്കൂർ കൊണ്ട് എത്താറുള്ള സമയത്ത് 5 മണിക്കൂറിലധികം ഇപ്പോൾ കിടക്കേണ്ട ഒരു സ്ഥിതിയാണ്, അല്ലെങ്കിൽ സഞ്ചരിക്കാനായി എടുക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ ചാലക്കുടി ഭാഗത്തുള്ള ഈ മേൽപ്പാലത്തിൻ്റെ അടിപ്പാതകളുടെയൊക്കെ നിർമ്മാണമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അവിടെ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ലെന്ന് മാത്രമല്ല, അവിടെ ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്, അവിടെ നമ്മുടെ പ്രതിനിധിയുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കാണാൻ സാധിച്ചത് ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് ആ റോഡിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വാഹനങ്ങൾ കടത്തിവിടാതെ JCB ഉപയോഗിച്ച് അവിടുത്തെ കുഴിയടക്കലും പരിപാടികളും ഒക്കെ ഇന്നാണ് നടത്തുന്നത്. ഇത്രയും വലിയ ബ്ലോക്കുള്ള സമയത്താണ് നടത്തുന്നത്. അത്രത്തോളം ഒരു രീതിക്കാണ് നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു ദേശീയപാതയുടെ ഒക്കെ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലൊരു വീഴ്ച എന്ന് പറയുന്നത്. എന്തായാലും വലിയ ഒരു ഗതാഗത കുരുക്ക് ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് അതായത് മെയിൻ സ്ഥലത്ത് ലിഷോയ് പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നിലവിൽ എവിടെയാണ് നിൽക്കുന്നത് ലിഷോയ്? ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി പോട്ട ഭാഗത്താണ്. പോട്ട ഭാഗം മുതൽ തന്നെ ഇവിടെ ബ്ലോക്ക് തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് ചാലക്കുടി ഭാഗത്തേക്ക്, ചാലക്കുടി മേൽപ്പാലത്തിന് മുകളിലേക്ക് എത്താൻ. അതിനും ഏകദേശം 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ മുരിങ്ങൂരൊക്കെ ഉള്ളത്. എന്തായാലും ആ ഒരു സ്ഥലത്തേക്കൊക്കെ ഇനിയും എത്താനായി എനിക്ക് എന്തായാലും ഇന്ന് കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഒരു 3 മണിക്കൂറെങ്കിലും ഈ ബ്ലോക്കിൽ കിടക്കാതെ, അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും കിടക്കാതെ ആ ഭാഗത്തേക്ക് എത്താനായി കഴിയില്ല. കാരണം ഒരുപാട് വാഹനങ്ങൾ വരുന്നൊരു സമയമാണ് ഈ ഒരു രാവിലത്തെ സമയം എന്ന് പറയുന്നത്. അങ്കമാലി, ചാലക്കുടി സ്ഥിരം കാഴ്ചയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര സമയം എടുത്തിട്ടാണ് ഇത് ഈ ഒരു ബ്ലോക്ക് മാറുന്നത്? കാരണം ആളുകളൊക്കെ തന്നെ കമന്റിലൂടെ പറയുന്നുണ്ട്, ഇത് വാഹനങ്ങൾ പാർക്ക് ചെയ്ത പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊരു സ്ഥിരം കാഴ്ച കൂടി ആയിരിക്കും അവിടെയുള്ള ആളുകൾക്കൊക്കെ. അപ്പോൾ ഈ എത്ര സമയം എടുക്കും സ്വാഭാവികമായിട്ടും ഈ ഒരു കുരുക്കൊന്ന് മാറിക്കിട്ടാൻ? ആളുകൾക്ക് പോകണമല്ലോ. അതായത് ഇത് വാഹനങ്ങളുടെ ഒരു കുരുക്ക് എന്ന് പറയുമ്പോൾ അതൊരു നിലച്ച് നിൽക്കുക, അതായത് ഒരു നീങ്ങാതെ നിൽക്കുകയല്ല, പകരം പതുക്കെ പോവുകയാണ്. പക്ഷേ ഈ വാഹനങ്ങളൊക്കെ തന്നെ ഈ ഹൈവേയിലൂടെ 4 വരിയും 6 വരിയും ഒക്കെ കടന്നാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ വരുന്ന വാഹനങ്ങൾ പിന്നെ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ സ്ലോ മൂവിങ് ആവുന്നതോടുകൂടി ഇവർ കുപ്പിക്കഴുത്ത് പോലെ ആവുകയാണ്. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ
2 മണിക്കൂറും 1.5 മണിക്കൂറും ഒക്കെ എടുക്കും ഈ ചാലക്കുടി മാത്രം ഒന്ന് കടന്ന് കിട്ടാൻ എന്നുള്ളതാണ് പറയുന്നത്. വലിയ വാഹനങ്ങളാണ് ഏറ്റവും അധികം ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. എപ്പോഴും ഈ ഇതിലൂടെയുള്ള വാഹനങ്ങളുടെ ഒക്കെ തന്നെ അവസ്ഥ ഇത് തന്നെയാണ്. ഈ ഇലക്ട്രിക് വാഹനങ്ങളും അതുപോലെ തന്നെ പെട്രോൾ വാഹനങ്ങളും ഒക്കെ തന്നെ സ്ഥിരമായി ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ തന്നെ ഈ ഇന്ധനത്തിൻ്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത് ചെറിയ നഷ്ടമൊന്നുമല്ല ചേട്ടാ, ചെറിയ നഷ്ടമൊന്നുമല്ല. അതായത് ഇതിലൂടെയൊക്കെ പോവാന്ന് പറയുന്നത്. നമുക്ക് ആളുകളുടെ പ്രതികരണം ചോദിച്ചു നോക്കാം. ചേട്ടാ, ആദ്യമായിട്ടാണോ ഈ വഴി വരുന്നത്? ആദ്യമായിട്ടല്ല, രാവിലെ 2 മണിക്ക് പോകുന്നതാ വീട്ടിൽ നിന്ന്. പുലർച്ചയ്ക്ക് 2 മണിക്ക് വന്നതാന്ന്. ഒരു അത്യാവശ്യ കാര്യത്തിന് പാലക്കാട് നിന്ന് വരുവാന്ന്. ഒരു അത്യാവശ്യ കാര്യത്തിന് ഹോസ്പിറ്റൽ കേസിന് പോവാന്ന്. എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? എറണാകുളത്തോട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വലിയ ബ്ലോക്കാന്ന് പറഞ്ഞത്. ഇത് ആദ്യമായിട്ടല്ല, എൻ്റെ കൊച്ചിൻ്റെ ഒരു ഇന്റർവ്യൂ കാരണത്തിൽ മുടങ്ങിയതാന്ന്. അന്ന് മിനിസ്റ്റർക്കും ഇവർക്കൊക്കെ ഞാൻ പരാതി കൊടുത്തതാണ്. അത് വലിയ ഇതൊന്നും വന്നില്ല അന്ന്. ഇപ്പൊ ട്രോൾ ഒഴിവാക്കി കിട്ടിയെന്നൊരു ഇതുള്ളൂ. അതിപ്പോ പിന്നെ ഇതിനകത്തുള്ള പൈസ കട്ട് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ബുദ്ധിമുട്ട് ഇപ്പൊ ആരോട് പറയാന്? അതാണ്, ആളുകൾക്കൊക്കെ ഒരു നിസ്സംഗതയും ഉണ്ട്. കാരണം ഇതൊക്കെ ആരോട് പറയാനാ, എന്ത് പറയാനാ എന്നുള്ളൊരു കാര്യം കൂടിയാണ്. ഇപ്പം ചരക്ക് വാഹനങ്ങളൊക്കെ പോവുകയാണെങ്കിൽ അവർക്കൊക്കെ തന്നെ ഇന്ധന നഷ്ടം എന്ന് പറയുന്നത് ചെറിയ തോതിലൊന്നുമില്ല. ചേട്ടാ, പെട്രോളും ഡീസലൊക്കെ നന്നായി കത്തിപ്പോവില്ലേ? നല്ല കത്തിപ്പോവും. എന്താ അവസ്ഥ? നിങ്ങൾക്ക് ഈ എന്തെങ്കിലും ഓട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമായി മാറും അല്ലേ? വലിയ നഷ്ടമായി മാറും. ശരിയാണ്. ഇവിടെ സ്ഥിരം പോകാറുണ്ടോ? ഇല്ല, ഞാനിപ്പോ ഇവിടുന്ന് പുത്തമ്പള്ളി മലപ്പുറം അവിടുന്ന് വരിക. അപ്പോൾ കൊല്ലം വരെ പോവാം. ഓക്കെ, അതായത് ആളുകളൊക്കെ തന്നെ പല ആളുകളൊക്കെ തന്നെ പല അഭിപ്രായമാണ്. കാരണം എത്ര തവണ പറഞ്ഞാലും എന്തായാലും ഒരു മാറ്റവും ഇല്ല. ചേട്ടാ, സ്ഥിരം വരാറുണ്ട് ഇതില്? വരത്തില്ല. എങ്ങനെയുണ്ട് ഈ ഒരു ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്? മുന്നത്തെ അപ്പുറം ബ്ലോക്കാണ്, അപ്പുറത്തെ ടോൾ പാസ് ഇപ്പുറം ഫുൾ ബ്ലോക്ക്. ആമ്പലൂർ ബ്ലോക്കാണ്. അതെ അതെ അതെ. ഇനിയിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വലിയ ബ്ലോക്കാണെന്നാണ് നമ്മൾ അറിഞ്ഞു കേട്ടോ. എന്തായാലും അപ്പം സ്ഥിരം വരാറുണ്ടോ നിങ്ങള്? വാണിയമ്പാറയില് 1 മണിക്കൂർ, ആമ്പല്ലൂർ 1/2 മണിക്കൂർ. ഇപ്പൊ ഇവിടെ വന്നിട്ട് 1/2 മണിക്കൂറായി. ഇവിടെ 1/2 മണിക്കൂർ നിൽക്കില്ല, ഇവിടെ തുടങ്ങിയിട്ടില്ലല്ലോ. തുടങ്ങും. 10 മണിക്ക് സാധനം എത്തേണ്ട ലോഡാണ്. 5 മണിക്ക് ഇറങ്ങിയതാണ് അവിടെ നിന്ന് ലോഡും കൊണ്ട്. ഇത് 10 മണിയല്ല 12 മണിയല്ല അവിടെ എത്തില്ല. അതാണ്, കേട്ടില്ലേ ആളുകളുടെ ഒക്കെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. നമ്മൾ ഇതിനൊക്കെ ആര് മറുപടി പറയും, ആര് ഉത്തരവാദിത്വം പറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു മറുപടി എന്തായാലും നമുക്ക് കിട്ടുന്നതല്ല. കാരണം ഈ പല ആളുകൾക്കും ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച ആ വാഹനത്തിലുണ്ടായിരുന്ന അവരൊരു ആശുപത്രി ആവശ്യത്തിനായി പോവുകയാണ്. അവർ പാലക്കാട് നിന്ന് പുലർച്ചെ 2 മണിക്ക് പുറപ്പെട്ടാണെന്നാണ് പറയുന്നത്. അപ്പം അവരെ ഇത്ര സമയമായി ഇപ്പോൾ ചാലക്കുടി എത്തിയിട്ടേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ അവരുടെ മകളുടെ നേരത്തെ ഒരു ഇൻ്റർവ്യൂ ആ സമയത്തിന് എത്താൻ കഴിയാത്തതിനാൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. നമുക്ക് നോക്കിയ ഈ വാഹനങ്ങളിപ്പോൾ നമ്മൾ നേരത്തെ നിന്ന് ഇവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് പുറകിൽ വലിയ ഗതാഗതക്കുരുക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അത്രത്തോളം ഈ വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും ഒക്കെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിനൊക്കെ ആരോട് പറയാൻ, എന്ത് പറയാൻ എന്നുള്ളൊരു മറുപടി മാത്രമാണ് എപ്പോൾ ചോദിച്ചാലും ആളുകൾക്ക് പറയാം. എന്താ പ്രശ്നം? റോഡ് പ്രശ്നം തന്നെ, സ്ഥിരം പ്രശ്നം തന്നെ. സ്ഥിരം പ്രശ്നം. തോറ്റു. കുഴിയാണ്. കുഴിയാണ്. കുഴി അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുഴി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാം അനുഭവിക്കുക. ഗവൺമെന്റ് പറയണത്ര കാശും കൊടുക്കുക. അതാണ് നടക്കണത്. ഈ ടാക്സ് കൊടുക്കുന്നവർക്ക് യാതൊരു വിധത്തിലും ഒരു നീതിയും ലഭിക്കുന്നില്ലെന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും. അതായത് അവർക്ക് അർഹതപ്പെട്ട ഇതൊന്നും കിട്ടുന്നില്ല അവർക്ക്. അതാണ് ഇതിലെ ദയനീയമായ ഒരു ഇത്. ഇപ്പോൾ ഇവിടുത്തെ ടോള് കണ്ട പാലിയേക്കര ടോള് തന്നെ അതിൻ്റെ കാലാവധി തീർന്നു. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അതിനെപ്പറ്റി മിണ്ടുന്നില്ല. എല്ലാവരും പങ്കുവെച്ചെടുക്കുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ആർക്കും ഇതില്ല. പബ്ലിക്കിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ആരും മുന്നോട്ട് വരുന്നില്ല. ചേട്ടാ, ഇപ്പോൾ എവിടേക്ക് പോകുന്നതാ? ഞാൻ എറണാകുളത്ത് പോകുന്നതാ. എവിടെ? ഇരിങ്ങാലക്കുടന്നാണോ വരുന്നത്? അല്ല, ഇരിഞ്ഞാലക്കുടന്നല്ല, ഞാൻ ആമ്പല്ലൂരിൽ നിന്ന് വരിക. ആമ്പല്ലൂർ നല്ല ബ്ലോക്ക് ആയിരുന്നല്ലോ. ആമ്പല്ലൂർ എനിക്ക് വരന്തരപ്പള്ളിയാണ് എൻ്റെ വീട്. ആ ഭാഗത്തുനിന്ന് വലിയ ബ്ലോക്ക് ഇല്ല. ഷോർട്ട് ഇത് പോരാം, വലിയ ബ്ലോക്കൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ മുരിങ്ങൂര് വരെയാണ് ബ്ലോക്ക്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം എന്താ ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു പോലീസുകാരെങ്കിലും നിർത്തിയിരുന്നത്? ടൗൺ മുഴുവൻ സ്റ്റക്കായി നിൽക്കുകയാണ്. ഓ, അത് ശരി. അതായത് ബാക്കി വാഹനങ്ങളൊക്കെ വഴിതിരിച്ചിട്ടോടുകൂടി എല്ലാ വണ്ടിയും സ്റ്റക്കായി. ഓ, അതാണ്. ഇപ്പം എന്തായാലും ഈ പറഞ്ഞതാണ്
റോഡിന്റെ ടോളൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ ടാക്സ് ഒക്കെ കൊടുത്ത് ഇറങ്ങുന്ന ആ യാത്രക്കാരന് ആളുകളുടെ ഒക്കെ അവർക്ക് പ്രതികരണം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് സഹി കെട്ടു, ഇതിനി ആരോട് പോയി പറയാനാണ്, പൈസയും കൊടുക്കുക ഈ ഒരു അവസ്ഥയും അനുഭവിക്കുക എന്നുള്ളതാണ് അവരൊക്കെ പറയുന്നത്.